അവിടെ ഇങ്ങനെ താ തേ താ ആ വാ ഇതെന്താണോ കഥകളിയാ? ദാവ് പറഞ്ഞൊരു വാക്കുണ്ട്, കേരളം ഒരു പ്രാന്താലേ, നമ്മളെ എല്ലാ കേരളീയും പ്രാന്തന്മാരാണ്. സത്യോള്. അല്ലെങ്കിലും വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. എന്തുകൊണ്ടാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? നിന്നൊക്കെ പോലത്തെ ജീവികളൊക്കെ ജീവിക്കൊണ്ടാണ് അറിയുക. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? നീ ഞാനൊക്കെ എവിടെ ജീവിക്കണം, പിന്നെ പുള്ളി പറയില്ലേ രാവിലെ എല്ലാത്തിനും ഓരോ രീതിക്ക് പ്രാന്ത്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ഭ്രാന്താണെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ഓരോ പ്രാന്തല്ലേ എന്ന് വെച്ചാ വട്ടായി പോയെന്ന് തോന്നുന്നു. എല്ലാ മനുഷ്യർക്കും ഓരോ പ്രാന്താണെങ്കിൽ പിന്നെ ഈ ഭൂമി നീങ്ങൂലല്ലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അളിയന്റെ റിലേ മൊത്തം പോയതാ തോന്നണേ. ഇപ്പൊ എല്ലാരും എന്റെ പോലെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ പോലെ, നമ്മ എല്ലാം ബ്രദേഴ്സ് ഇങ്ങനെ സ്നേഹത്തിലൊക്കെ എല്ലാം പറന്ന് തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. ഓ എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. ചെടി വലിച്ചിട്ട് ഇപ്പൊ അവന്റെ പോലെയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ചെവിയിൽ അതും വെച്ചിട്ടുണ്ടേ. ഇപ്പൊ നിന്റെ പോലെ ഇപ്പൊ എല്ലാരും നിന്റെ പോലെ കുളത്തിട്ട് ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഇപ്പൊ ഇവന്റെ പോലെയാണെങ്കിൽ അതെങ്ങനെ മൂലൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നേ നാരിയൊക്കെ. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? പിന്നെ ഞാൻ എന്ത് പറയാനും. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ചേട്ടാ, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്കില്ലല്ലോ സന്തോഷം. ഒന്നും ചോദിക്കണ്ടായിരുന്നു. നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ എങ്ങനെയാണ് ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അപ്പൊ അതുപോലെയൊക്കെ സംഭവിക്കട്ടെ. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്കില്ല സന്തോഷം, അതാണ് ഇപ്പോഴും പറഞ്ഞത്. ഞാനതും കൂടി പറയുന്നുണ്ട്, എനിക്ക് ആ സന്തോഷം. നിങ്ങൾ കുറെ പേരെ സന്തോഷം നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എനിക്കറിയില്ല, പറയണല്ലോ. ഇല്ല, ഞാൻ ഞങ്ങളുടെ ഈ ജോലിയിലൂടെയൊക്കെയാണ് എന്റെ സന്തോഷം. കുത്തിത്തിരിപ്പിലൂടെ അല്ലേ? വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. കുത്തിത്തിരിക്കുമ്പോഴും വല്ലാത്ത സന്തോഷം. ഇതിനൊക്കെ മെഡിക്കൽ സയൻസിൽ മരുന്നില്ല. ഇതൊരു രോഗം, അസുഖം. ഈ അസുഖം മരുന്നില്ല, ഹ്യൂമൻ ഡിസീസാണ്. സൈക്കോസിന്റെ ഏറ്റവും അവസാനം കിട്ടുന്നതൊക്കെ ഇതോ ഞാൻ ഈ ചോദിക്കുന്നത്? ഇല്ല, ഈ ചോദിക്കുന്നല്ല, ഈ ലെവൽ ഓഫ് ലൈഫ്. കുറെ വിവരമില്ലാത്തമാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് നീ തന്നെ നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ച്, കണ്ണാടിയൊക്കെ വെച്ച് നീ തന്നെ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ശശി വീണ്ടും ചതുർഭുജൻ. എന്റെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുസ്മേരി അല്ലെങ്കിൽ കുസ്മേരിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഇങ്ങനെ ഞാൻ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സാമി. പിന്നെ ഒരു ചെടീനെ കുറിച്ച് തന്നെ പാവൻ ചെടി ഞങ്ങള് വലിക്കാറില്ല. അത് നിങ്ങൾക്കൊന്നും കഴിയാവില്ല. അതിന് ഇത് കുറച്ച് വേണം. തലക്ക് ഭ്രാന്ത അല്ല ബുദ്ധി. ചെടി അവിടെ വളർന്നു പോയിക്കോട്ടെ. ചെടീനെ കുറിച്ച് ആ ചെടി ഈ ലഹരി എന്ന് പറഞ്ഞ അതൊരു ട്രിപ്പിങ്ങടാ, ഒരു ഫ്ലൈറ്റ്. ഏതാണ്ട് എന്റെ അപ്പനും അപ്പൂപ്പനും കൂടി ചെടി കൊണ്ടുവന്ന് നട്ട് വെച്ച് ഞാൻ അപ്പന്റെ പേരില് വന്നേക്കണ ചെടി പോലെയാണ് എന്നോട് ചോദിക്കുന്നത്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ ചെടി വലിച്ച ഒരുപാട് ലെജൻസ് ഭൂമിയിലുണ്ട്. അവരോടൊക്കെ പോയി ചോദിക്കുന്നത്, അവര് പറഞ്ഞു തരും. വന്ന വഴി മറക്കരുതല്ലോ. അവിടെ ഒരു അവസരം കിട്ടിയാൽ ചോദിക്കും. വിറക്കും കാലം എടുത്തിട്ട് ഇത്ര വലിയ ആള് അതൊക്കെ എണ്ണത് പോകണം. നെഞ്ചത്തെ ചൂട്ടിക്ക് ഒരു ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചത് പേടിപ്പിക്കല്ലേ, അങ്ങനെ മര്യാദക്ക് പറ. ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുക. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ചേട്ടൻ ഇന്നലെ അവസാനമായിട്ടുണ്ടോ സ്വപ്നം എന്താ? ഇത് കിട്ടണത് നീ മേടിച്ചോ? അവസാനമായിട്ടുള്ള സ്വപ്നം അടിപൊളി സ്വപ്നമാണ്. എന്തായിരുന്നു? ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുത്തെ 3 ആൾക്കാരെ തലക്കടിച്ചു. ഞാനത് ചോദിക്കരുതായിരുന്നു. നല്ല സ്വപ്നം, നടക്കാതിരിക്കട്ടെ. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം.